നമസ്കാരം, മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. മലയാള സിനിമാ മേഖലയെ സംബന്ധിച്ചുള്ള ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മോഹൻലാൽ ഉൾപ്പെടെ അമ്മ ഭരണസമിതിയിലെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, മോഹൻലാൽ ഉൾപ്പെടെയുള്ള എല്ലാവരും രാജിവെച്ചെന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സിനിമയിൽ ഉണ്ടായ വെളിപ്പെടുത്തലിൽ താരസംഘടന അമ്മയിൽ വൻ പൊട്ടിത്തെറിയായിരുന്നു. അമ്മയിൽ നിന്നും കൂട്ടരാജിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പല അംഗങ്ങളും രാജിവെക്കുമെന്ന് നേതൃത്വത്തെ അറിയിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അമ്മയുടെ തന്നെ ഓൺലൈൻ യോഗം കൂടി അതിലെടുത്ത തീരുമാനമാണ് എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഒന്നടങ്കം മോഹൻലാൽ ഉൾപ്പെടെയുള്ള താരങ്ങൾ രാജിവെച്ച് പിന്മാറുന്നു എന്നുള്ള ഒരു വാർത്ത. നിർണായക ഒരു തീരുമാനമാണ് ഇത്. മലയാള സിനിമയെ പിടിച്ചുകുലുക്കുന്ന ഒരു സംഭവമാണ്. ചലച്ചിത്ര സംഘടനയെ പോലും പിരിച്ചുവിടുന്ന ഒരു രീതിയിലേക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കൊണ്ടെത്തിച്ചു എന്ന് തന്നെ പറയാം. പല മുഖംമൂടികളുമാണ് അഴിഞ്ഞു വീഴുന്നത്. മോഹൻലാൽ ഇതുവരെ പ്രതികരിക്കാൻ തയ്യാറായിരുന്നില്ല, മൗനം പാലിച്ചിരിക്കുകയായിരുന്നു. പിന്നാലെ ആശുപത്രിയിലാണ്, സർജറിയാണ് എന്നുള്ള ഓരോ കാരണങ്ങൾ കൊണ്ട് നീട്ടി പോകുകയായിരുന്നു. ഇതിനൊക്കെ പിന്നാലെയാണ് സിദ്ദിഖിന്റെ രാജി, രഞ്ജിത്തിന്റെ രാജി. ഇതിനൊക്കെ പിന്നാലെയാണ് മോഹൻലാൽ ഉൾപ്പെടുന്ന താരസംഘടനയുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂട്ടരാജിയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇതൊരു മലയാള ചലച്ചിത്ര മേഖലയെ സംബന്ധിച്ചുള്ള ഒരു വലിയൊരു തിരിച്ചടി തന്നെയാണ് എന്ന് തന്നെ പറയാം. മോഹൻലാൽ അടക്കമുള്ള താരങ്ങൾ തന്നെ രാജിയിലേക്ക് എത്തുമ്പോൾ അത് എത്രത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ആ ഒരു ഇമ്പാക്ട് എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേതൃത്വത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഉള്ളുലഞ്ഞ അമ്മ ഇന്ന് ചേരാനിരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗം വരെ ആദ്യം മാറ്റിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണ് അടിയന്തരമായിട്ട് തന്നെയായിരുന്നു ഓൺലൈൻ യോഗം ചേരുന്നതും മോഹൻലാൽ ഉൾപ്പെടെയുള്ളവരുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുടെ രാജി പുറത്തു വരുന്നതും. ഇതെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഒരു ഇമ്പാക്ട് തന്നെയാണെന്ന് പറയാം. എന്തായാലും ആദ്യം സിദ്ദിഖ് രാജിവെച്ചു. അതേ സ്ഥാനത്ത് കയറിയ ജയൻ ചേർത്തലയ്ക്കെതിരെയും നിരവധി ആരോപണങ്ങൾ പുറത്തു വന്നു. അതുമാത്രമല്ല ബാബുരാജ് തുടങ്ങിയ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം പുറത്തു വരുമ്പോൾ ഒന്നും മിണ്ടാനാകാതെ നിൽക്കുകയായിരുന്നു അമ്മ താര പ്രമുഖർ എന്ന് തന്നെ പറയാം. എന്തായാലും 3 മാസത്തിനുള്ളിൽ തന്നെ പുതിയൊരു ഭരണസമിതി രൂപീകരിക്കുമെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വാർത്തയിലുണ്ട്. എന്തായാലും ഇപ്പോൾ ആര് അതിനെതിരെ വന്നാലും അവർക്കെതിരെ ഓരോ ആരോപണങ്ങൾ പുറത്തു വരുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിപ്പോയത് കൊണ്ടാകാം ഇത്തരത്തിലൊരു നടപടിയിലേക്ക് അമ്മ സംഘടന എത്തിച്ചേരാൻ കാരണമായതും എന്ന് തന്നെ പറയാം. എന്തായാലും ഓൺലൈൻ യോഗത്തിലായിരുന്നു ഈ ഒരു തീരുമാനം. ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവർ ഇതിനു മുമ്പ് കുറച്ച് സമയം മുമ്പ് തന്നെ ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു. അവരുടെ എല്ലാം ഒരു എന്തുകൊണ്ട് അമ്മ പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു നീക്കത്തിലേക്ക് വന്നു. പ്രസിഡന്റായ മോഹൻലാൽ തന്നെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്നുള്ള ഒരു സംസാരം അമ്മ താരസംഘടനയിൽ തന്നെ അങ്ങനെ ഒരു സംസാരത്തിന് പൊട്ടിത്തെറി ഉണ്ടാക്കിയിരുന്നു. എന്തുകൊണ്ട് മൗനം പാലിക്കുന്നു എന്നുള്ള ഒരു ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ടാണ് ഇന്ന് ഈ ഒരു മീറ്റിംഗ് കൂടി ചൊവ്വാഴ്ച മോഹൻലാൽ മാധ്യമങ്ങളെ കാണും എന്നുള്ള രീതിയിലായിരുന്നു പുറത്തു വന്ന വാർത്തകൾ. അതിനൊക്കെ പിന്നാലെയാണ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതും ഈ ഒരു ഓൺലൈൻ ലോകത്തിലൂടെ ഇത്തരമൊരു സുപ്രധാനമായ ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നതും. You're watching me and you're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.